ഹായ് ഓൾ, വെൽക്കം ടു ഐഡം. നമ്മളിന്ന് സി എസ് എസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് സി എസ് എസ്? സി എസ് എസ് സ്റ്റാൻഡ്സ് ഫോർ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് HTML ഡോക്യുമെൻറ്റിനെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു കംപ്ലീറ്റ് ലേ ഔട്ട് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് CSS എന്ന് പറഞ്ഞാൽ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒരേ സ്റ്റൈല്, സെയിം സ്റ്റൈൽ ഷീറ്റ് മൾട്ടിപ്പിൾ വെബ് പേജസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. ദെൻ CSS സിൻടാക്സ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് സെലക്ടറും ഡിക്ലറേഷനും ആണ് വരുന്നത്. സെലക്ടർ എന്ന് വെച്ചാൽ ID സെലക്ടർ ഉണ്ട്, എലമെന്റ് സെലക്ടർ ഉണ്ട്, ക്ലാസ് സെലക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പറയും. സെലക്ടർ എന്ന് പറയുന്ന സമയത്ത് ഐഡന്റിഫൈസ് ദ HTML എലമെന്റ് ടു ബി സ്റ്റൈൽ. ഏത് എലമെന്റിനെയാണോ നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത് ആ എലമെന്റിനെ ചൂസ് ചെയ്യുക. അതാണ് സെലക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിക്ലറേഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ്. ഇതാണ് സെലക്ടർ. ഓക്കെ, ദെൻ ഈ ഒരു കേളി ബ്രേസസിന്റെ അകത്ത് വരുന്ന ഈ ഒരു പോർഷൻ ആണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും. സോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എലമെന്റ് സെലക്ടർ ആണ് എടുക്കുന്നെങ്കിൽ നമ്മൾ P എടുക്കുക. P എന്ന് പറയുന്ന ടാഗ്, അതാണ് സെലക്ടർ. ദെൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കളർ, വാല്യൂ റെഡ്. ഓക്കെ, അപ്പോൾ P ടാഗിന്റെ അകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന കണ്ടന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് റെഡ് ആവുമ്പോൾ കളർ റെഡ് ആയിട്ട് വരും. പിന്നെ ഡിക്ലറേഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിക്ലറേഷൻസ് കൊണ്ടുവരാം. അതായത് എനിക്ക് ആ P ടാഗിന്റെ കളർ ഞാൻ മാറ്റിയിട്ടുണ്ട്, റെഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക്, ഈ ഒരു കേളി ബ്രേസസിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഡിക്ലറേഷൻസ് കൊണ്ടുവരുമ്പോൾ അതൊരു ഡിക്ലറേഷൻ ബ്ലോക്ക് ആയി. അതായത് ഫോൺ സൈസ് മാറ്റാം, ഫോൺ ഫാമിലി മാറ്റാം. അപ്പോൾ എന്താണ്, ഒന്നിൽ കൂടുതൽ ഡിക്ലറേഷൻസ് അവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഡിക്ലറേഷൻ ബ്ലോക്ക് ആയി. ഓക്കെ, സോ സെലക്ടേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എലമെന്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെലക്ടർ ഉണ്ട്. സ്റ്റാർ ആണ്, സ്റ്റാർ വെച്ചിട്ടാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആസ്റ്ററിക് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്ലൈസ് ടു ഓൾ എലമെന്റ്, എല്ലാ എലമെന്റ്സിനും അത് അപ്ലൈ ആവും സ്റ്റൈല്. ഓക്കെ, അതായത് ആ ഒരു പേജ് നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത് ആ ഒരു പേജിലുള്ള എല്ലാ കണ്ടന്റിനും ആ ഒരു സ്റ്റൈൽസ് അപ്ലൈ ആവും. ദെൻ എലമെന്റ് സെലക്ടർ എന്ന് പറഞ്ഞാൽ നെയിം യൂസ് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ P ടാഗിനാണ് നമ്മൾ സ്റ്റൈൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ P കൊടുക്കുക, അതാണ് ഒരു എലമെന്റ്. ഓക്കെ, H1 ഒരു എലമെന്റ് ആണ്, H2 എലമെന്റ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിന് സ്റ്റൈൽ കൊടുക്കുന്നതിനെയാണ് എലമെന്റ് സെലക്ടർ എന്ന് പറയാം. ദെൻ എലമെന്റ് സെലക്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിൽ ഒന്നിൽ കൂടുതൽ P ടാഗ് വരാം, H1 ടാഗ് വരാം, എല്ലാം വരാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് P കൊടുത്തിട്ട് നമ്മൾ കളർ റെഡ് എന്ന് കൊടുത്താൽ അതിലുള്ള എല്ലാ Pക്കും സെയിം കളർ വരും. ഓക്കെ, അപ്പോൾ എനിക്കത് വേണ്ട, എനിക്ക് കുറച്ച് P ടാഗിന് സെയിം കളർ, വേറെ P ടാഗിന് ഡിഫറെന്റ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എന്ന് പറയുന്ന സെലക്ടർ യൂസ് ചെയ്യാം. അതായത് ഏതൊക്കെ എലമെന്റിനാണോ സെയിം കളർ വരേണ്ടത് അല്ലെങ്കിൽ സെയിം സ്റ്റൈൽസ് വരേണ്ടത് അതിന് ക്ലാസ് സെയിം പറഞ്ഞു കൊടുക്കുക, ഒരേ ക്ലാസ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റൈൽ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അതിനെയാണ് ക്ലാസ് സെലക്ടർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഡോട്ട്, ഓക്കെ, അതായത് ഒരു എലമെന്റ് P എലമെന്റ് ഉണ്ടാവും. ദെൻ അതിന്റെ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ആട്രിബ്യൂട്ടിന്റെ അകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് CSSൽ യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് നെയിമിന്റെ മുമ്പ് ഡോട്ട് ചേർക്കുക, ഒരു ഡോട്ട്, ദെൻ ക്ലാസ് നെയിം, ദെൻ ഈ ഒരു കേളി ബ്രേസസിന്റെ അകത്താണ് ഡിക്ലറേഷൻ പറഞ്ഞു കൊടുക്കേണ്ടത്. ID സെലക്ടർ ആവുന്ന സമയത്ത് ID യൂസ് ചെയ്തിട്ടായിരിക്കും എലമെന്റിനെ സെലക്ട് ചെയ്യുക. ID യൂസ് ചെയ്യുന്ന സമയത്ത് ഹാഷ് യൂസ് ചെയ്യുക. ദെൻ ID ആട്രിബ്യൂട്ടിന്റെ അകത്ത് പറഞ്ഞു കൊടുക്കുന്ന ID അവിടെ പറഞ്ഞു കൊടുക്കുക, ഡിക്ലറേഷൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ IDയിലെ കേസിൽ ID യുണീക്ക് ആണ്. ഓക്കെ, അതായത് ഒരു എലമെന്റിന് ഒരു ID ഉണ്ടാവുള്ളൂ, സെയിം ID മറ്റ് എലമെന്റ്സിന് റിപ്പീറ്റ് ചെയ്യില്ല. ഗ്രൂപ്പിംഗ് സെലക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ H1 H2 P എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് നമ്മുടെ വെബ് പേജിലുണ്ട്. അപ്പൊ അവർക്ക് എല്ലാത്തിനും സെയിം സ്റ്റൈലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് H1ന് സ്റ്റൈൽസ് കൊടുക്കുക, H2ന് കൊടുക്കുക, Pക്ക് കൊടുക്കുക, അങ്ങനെ കൊടുക്കുന്നതിന് പകരം കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനെയാണ് ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾക്ക് CSS എങ്ങനെ HTML ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. നമ്മൾ HTML ഡോക്യുമെന്റ് റൺ ചെയ്യുന്ന സമയത്ത് ബ്രൗസർ ആ സ്റ്റൈൽ ഷീറ്റ് റീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് സ്റ്റൈൽ ഷീറ്റിൽ പറഞ്ഞു കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും HTML ഡോക്യുമെന്റിനെ ബ്രൗസർ ഫോർമാറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ 3 വേസിലാണ് നമുക്ക് CSSനെ
HTML കൊണ്ടുവരാനായിട്ട് പറ്റുക. ഇൻലൈൻ CSS, ഇന്റേണൽ CSS ആൻഡ് എക്സ്റ്റേണൽ CSS. ഞാനിത് പ്രയോറിറ്റി ബേസിലാണ് കേട്ടോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഇൻലൈൻ ആണ്, ദെൻ ഇന്റേണൽ, ദെൻ എക്സ്റ്റേണൽ. ഓക്കെ, ഇൻലൈൻ CSS എന്ന് പറയുന്നത് ഒരു സിംഗിൾ എലമെന്റിന് യുണീക് സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻലൈൻ സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യുക. ഇൻലൈൻ സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പെർട്ടിക്കുലർ എലമെന്റിന്റെ അകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. ഓക്കെ, ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ അകത്ത് CSS പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഇന്റേണലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ HTML ഹെഡ് എന്ന് പറയുന്ന ടാഗില്ലേ, ടാഗിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് വരുന്നുണ്ട്, അത് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ അകത്തായിരിക്കും CSS ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. ഇതെന്ന് പറയുന്നത് ആ ഒരു സിംഗിൾ HTML പേജിൽ യുണീക് സ്റ്റൈൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു പേജിൽ മാത്രമായിരിക്കും ആ സ്റ്റൈൽസ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ദെൻ എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു .css എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അകത്ത് CSS പറഞ്ഞു കൊടുക്കുക. ദെൻ അതിനെ HTML ഹെഡ് സെക്ഷനിൽ ലിങ്ക് എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ടാഗ് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിങ്ക് എന്ന് പറയുന്നതിൽ REL എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ അകത്ത് സ്റ്റൈൽ ഷീറ്റ് കൊടുക്കും. ദെൻ hrefന്റെ അകത്ത് പാത്ത് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, സ്റ്റൈൽസ് അപ്ലൈ ആവും. അതാണ് എക്സ്റ്റേണൽ CSS. അപ്പൊ എക്സ്റ്റേണൽ CSS ആണ് യൂസ് ചെയ്യുന്നത് നല്ലത്. ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണലി ഞാൻ പറഞ്ഞു പ്രയോറിറ്റി ബേസിലാണ് ഇവര് ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇൻലൈനും ഇന്റേണലും എക്സ്റ്റേണലും മൂന്നും ഒരു എലമെന്റിന് അപ്ലൈ ആയാൽ ഫസ്റ്റ് അപ്ലൈ ആവുന്നത് ഇൻലൈൻ ആയിരിക്കും, ദെൻ ഇന്റേണൽ ആയിരിക്കും, എക്സ്റ്റേണൽ ആയിരിക്കും. ഓക്കെ, CSS ബോക്സ് മോഡൽ. നമുക്ക് എല്ലാ HTML എലമെന്റിന് ചുറ്റും ഈ ഒരു ബോക്സ് മോഡൽ വരുന്നുണ്ട്. ഫസ്റ്റ് കണ്ടന്റ്, പാഡിങ്, ബോർഡർ, മാർജിൻ. ഓക്കെ, കണ്ടന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പി ടാഗിന്റെ അകത്ത് ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് ആണ് ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ദെൻ അതിന് ചുറ്റും ഒരു ട്രാൻസ്പെറന്റ് സ്പേസ് ഉണ്ട്, ഒരു ഏരിയ ഉണ്ട്, അതിനെയാണ് പാഡിങ് എന്ന് പറയാം. ഓക്കെ, പാഡിങ്ങിന് നെഗറ്റീവ് വാല്യൂസ് ഒരിക്കലും വരില്ല. ദെൻ ഈ ഒരു പാഡിങ്ങിനും കണ്ടന്റിനും ചുറ്റും വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട്. ദെൻ ഈ ബോർഡറിന്റെ പുറത്തുള്ള ബാക്കിയുള്ള ഏരിയനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളുടെ വ്യൂ പോർട്ട് എന്ന് പറഞ്ഞാൽ ബ്രൗസർ റൺ HTML ഡോക്യുമെന്റിനെ റൺ ചെയ്യുന്ന സമയത്ത് വരുന്ന വിൻഡോ, അതിനെയാണ് വ്യൂ പോർട്ട് എന്ന് പറയാം. അപ്പൊ ആ വ്യൂ പോർട്ടിൽ നിന്നും ആ കണ്ടന്റിൽ വരുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയാം. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ്, മാർജിൻ യൂസ് ചെയ്തിട്ടാണ് ആ വ്യൂ പോർട്ടിന്റെ സൈഡിൽ നിന്നും ടോപ്പിൽ നിന്നും ഒക്കെ ആ ഒരു കണ്ടന്റിനെ എങ്ങനെ നമ്മൾ കൊണ്ടുവരണം, എവിടെ അതിനെ പൊസിഷൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മാർജിൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, മാർജിനും ട്രാൻസ്പെറന്റ് ആണ്, അതായത് അവിടെ ഒരു സ്പേസിംഗ് ആണ് അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ തിയറി പോർഷൻ കഴിഞ്ഞു, നമ്മൾ പ്രാക്ടിക്കൽ കാണിക്കാം. അപ്പൊ ഞാൻ index.html എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഫയൽ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഞാൻ എക്സ്ക്ലമേഷൻ കൊടുത്തു, ഈ ഒരു സ്ട്രക്ചർ കിട്ടി. പി ടാഗ് കൊടുക്കുകയാണ്, പി ടാഗിൻ്റെ അകത്തൊരു കണ്ടന്റ് കൊടുത്തു. ദെൻ ഈ കണ്ടന്റിനെ ഇൻലൈൻ ആയിട്ട് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ കളർ മാത്രമേ ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ബാക്കി നമ്മൾ പഠിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ടോട്ടലി പറയുന്നുണ്ടാവുക. കളർ റെഡ്. ഓക്കെ, വന്നിട്ടുണ്ട്. ഇതാണ് ഇൻലൈൻ എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡിൻ്റെ അകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മുടെ സെലക്ടർ എലമെന്റ് വെച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, സെലക്ടർ കൊടുത്തു, കേളി ബ്രേസസ്, ഡിക്ലറേഷൻ പറഞ്ഞു കൊടുക്കുക, കളർ ബ്ലൂ കളർ കൊടുത്തു. ഓക്കെ, വന്നിട്ടില്ല കാരണം നമുക്കിവിടെ ഇൻലൈൻ സ്റ്റൈലിംഗ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻലൈൻ ആണ് പ്രയോറിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, എനിക്കിത് അപ്ലൈ ആവണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ബ്ലൂ വന്നിട്ടുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻലൈൻ സ്റ്റൈൽ കളയാം. പക്ഷെ എനിക്ക് ഇതാണ് വർക്ക് ചെയ്യണം, അതായത് ഈ ഒരു ഇന്റേണൽ ആണ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എക്സ്റ്റേണലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു style.css എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇവിടെ വന്നിട്ട് ഹെഡ് സെക്ഷൻ്റെ അകത്ത് ലിങ്ക് REL = സ്റ്റൈൽ ഷീറ്റ്, hrefന്റെ അകത്ത് പാത്ത് പറഞ്ഞു കൊടുക്കുക, style.css. ഇപ്പോൾ ലിങ്ക് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലിങ്ക് ആയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ, അപ്പോൾ പി ടാഗ് കൊടുത്തു. പി ടാഗിൻ്റെ അകത്ത് കളറ്
ഗ്രീൻ കൊടുത്തു. ഇപ്പോൾ ഇതും വർക്ക് ചെയ്യില്ല, കാരണം ഇവിടെ ഇൻലൈൻ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഇമ്പോർട്ടൻ്റ് ഇവിടെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഗ്രീൻ വന്നിട്ടുണ്ട്, വർക്ക് ചെയ്തു. പിന്നെ ഓരോ സെലക്ടേഴ്സിനെ പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഇത് എലമെന്റ് സെലക്ടർ ആണ്. ഇപ്പോൾ പി ടാഗാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇതിപ്പോൾ എലമെന്റ് സെലക്ടർ ആണ്. ആ എലമെന്റിനെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു H1 കൊടുത്തു കഴിഞ്ഞാൽ H1 കൊടുത്തു. H1 ഇതുപോലെ സെലക്ട് ചെയ്യാം, കളർ റെഡ് കൊടുത്തു. കണ്ടോ, ഇതിനെയാണ് എന്ത് പറയുന്നത്, എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത്. ദെൻ ഞാൻ ക്ലാസ് സെലക്ടറിനെ കാണിച്ചു തരാം. ഡെമോ എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഡോട്ട് ഡെമോ, അതിൻ്റെ അകത്ത് കളർ വയലറ്റ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, കണ്ടന്റ് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഒരു പി ടാഗ് ഇവിടെ 2 പി ടാഗിനാണ് നമ്മൾ ഡെമോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഒരു പി ടാഗിന് സ്റ്റൈലൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ ഈ ഒരു എക്സ്റ്റേണൽ നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പി ടാഗ്, നടുക്കുള്ള പി ടാഗിന് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് രണ്ടിനും ഡെമോയിൽ ഞാൻ വയലറ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇന്റേണൽ കയറിയിട്ടുണ്ട് സ്റ്റൈൽ. ഓക്കെ, അതുപോലെ തന്നെ H1 ക്ലാസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കൊടുക്കാം. ഈ സെയിം ക്ലാസ് കൊടുക്കാം. H1 ക്ലാസ് ഡെമോ കൊടുത്തു, അപ്പോൾ അതിൻ്റെയും കളർ മാറിയിട്ടുണ്ട്. ഇതാണ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഐ ഡി പറയാം ഇനി. ദെൻ ഞാൻ പി ടാഗ് എടുത്തു, ഐ ഡി ഡെമോ എന്ന് കൊടുത്തു, കണ്ടന്റ് കൊടുത്തു. കണ്ടന്റ് ഗ്രീൻ ആണ് അപ്ലൈ ആക്കുന്നത്, കാരണം എക്സ്റ്റേണലി അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ദെൻ എന്ത് ചെയ്യാം, ഐ ഡി യൂസ് ചെയ്യുന്ന സമയത്ത് ഹാഷ് കൊടുക്കുക, ഐ ഡിയുടെ നെയിം പറഞ്ഞു കൊടുക്കുക, ഹാഷ് ഡെമോ കളർ അക്വ. അപ്പോൾ അക്വ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, കാരണം ഇന്റേണലിലാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞാൽ പി ടാഗ് കൊടുത്തു, കണ്ടന്റ് കൊടുത്തു, H1 ടാഗ് കൊടുത്തു, കണ്ടന്റ് കൊടുത്തു. രണ്ടിനും റെഡ് വന്നിട്ടുണ്ട്. ഒന്ന് എന്ത് കൊടുത്താലും ഇനിയിപ്പോൾ അതിന്റെ ടെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് റെഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ സെലക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സെലക്ടേഴ്സ് ഇനി വരുന്നുണ്ട്. അതിന് സെലക്ടേഴ്സ് നല്ല കോമ്പിനേറ്റേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മളൊരു നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാനത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അത് പഠിപ്പിക്കുന്ന സമയത്ത് പ്രാക്ടിക്കൽ സെഷനായിട്ട് തന്നെ ചെയ്ത് കാണിച്ചിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.